നാട്ടിലെ മനുഷ്യന് വേണ്ടിയിട്ടാണോ നിയമങ്ങൾ, മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടാണോ നിയമങ്ങൾ? നമ്മുടെ നാട്ടിലെ ടാക്സ് കൊടുത്ത് ജീവിക്കുന്ന മനുഷ്യർക്കാണോ വില, കാട്ടിൽ ജീവിക്കുന്ന മൃഗങ്ങൾക്കാണോ വില? ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം ഈ കാണുന്ന വാർത്ത, 18 ലക്ഷം രൂപയാണ് KSRTCയുടെ സ്കാനിയ ബസ് ഒരു മാൻകുട്ടിയെ ഇടിച്ചതിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പിഴ ചുമത്തിയിരിക്കുന്നത്. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഈ 18 ലക്ഷം രൂപ അടയ്ക്കേണ്ടത്? ആരാണ് അടയ്ക്കേണ്ടത്? എന്തിനു വേണ്ടിയിട്ടാണ് അടയ്ക്കേണ്ടത്? ഈ 18 ലക്ഷം രൂപ കൊണ്ട് ആ മാൻകുട്ടി വെളിയിലേക്ക് വന്നതിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ സാധിക്കുമോ? നാളെ മറ്റൊരു വാഹനത്തിന്റെ മുന്നിലേക്ക് ഇതുപോലെ ഒരു മാൻകുട്ടി വന്ന് ചാടില്ല എന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? രണ്ടാമത്തേത്, കഴിഞ്ഞ ദിവസം നടന്ന, നിങ്ങൾ കണ്ടു കാണും, കാളികാവിൽ കടുവ ആക്രമണത്തിൽ ഒരു പാവം പിടിച്ചൊരുത്തൻ മരണപ്പെട്ടിരുന്നു. ആ മരിച്ച ആളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ആയുധമുണ്ട്. ഇത് ആക്രമിക്കാൻ വന്നപ്പോൾ ഇയാളെ തിരിച്ചാക്രമിച്ച് ആ കടുവ ചത്തുപോയെങ്കിൽ ഈ പാവം പിടിച്ച ഈ മനുഷ്യൻ ഉള്ളേ കിടന്ന് അഴിയെണ്ണത്തില്ലേ? ഇന്ന് ആ പാവം പിടിച്ചവൻ മരിച്ചു പോയത് കൊണ്ട് ആ കടുവേനെ മയക്കുവെടി വെച്ച് പിടിച്ചുകൊണ്ട് കൊണ്ടുപോയി കേസ് എടുക്കുവോ? അതോ അതിനെ എന്തെങ്കിലും ശിക്ഷ കൊടുക്കുവോ? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ചത്തുപോയത് ഒരു മനുഷ്യനാണ്, അവനൊരു വിലയുമില്ല. എന്തിനേറെ പറയുന്നു, ഒരു പിടിച്ച ഒരു പെൺകുട്ടീനെ പട്ടി കടിച്ചു കീറി കൊന്നിട്ട് ഇന്നും എന്ത് മാറ്റമാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചത്? തെരുവുനായുടെ അക്രമത്തിൽ എത്ര പിഞ്ചു കുട്ടികളടക്കം മരണപ്പെട്ടു. നിയമത്തിൽ എന്തെങ്കിലും ഭേദഗതി കൊണ്ടുവന്നു? ഒന്നും സംഭവിച്ചില്ല. കാരണം അവിടെ എല്ലാം ചാവുന്നത് മനുഷ്യജീവനാണ്, മനുഷ്യജീവൻ. മനുഷ്യന് പട്ടിയുടെ വില പോലും ഇല്ല. മനുഷ്യൻ ചത്താൽ ചോദിക്കാൻ ഒരു പട്ടിയും വരില്ല എന്ന് നമ്മുടെ പൃഥ്വിരാജ് ആ സിനിമയിൽ പറഞ്ഞത് ഇപ്പൊ കറക്റ്റ് അല്ലേ?